അവർ തന്നെ പറഞ്ഞ എത്ര വലിയ അബദ്ധങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ആ അബദ്ധങ്ങളിൽ ഒരു ക്ലാരിഫിക്കേഷൻ, ആ അബദ്ധങ്ങളിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു തിരുത്ത്. നാദാപുരത്ത് വെച്ച് പറഞ്ഞ ഒരു അബദ്ധം നമ്മൾ എടുക്കുക. എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ, ഇവിടെ ഒരു കാലത്ത് പറച്ചിലോട് പറച്ചിലായിരുന്നല്ലോ. അപ്പൊ അതില് 2013 കാലഘട്ടം, ആ 2013 നവംബർ 28 നാദാപുരത്ത് വെച്ച് നടത്തിയ ഒരു പ്രസംഗം. ആ പ്രസംഗത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്ന ഒരു കാര്യം മാത്രം നമ്മൾ എടുക്കുക. എത്ര കൊല്ലായി ഇപ്പൊ പറഞ്ഞു? 2013 പ്രസംഗിച്ചതാണ്. ഇപ്പൊ എത്രയായി? 2026 കേരള യാത്ര നടന്നു. 16 17 ഒക്കെ സ്വീകരണ കേന്ദ്രങ്ങളുണ്ടായി. ഇതൊക്കെ ഉണ്ടായി. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളൊരു വിഷയം പറയുമ്പോൾ അതിനാണ് മറുപടി പറയേണ്ടത്. അല്ല, വിഷയങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ലോറിയിലാണ് സാധനം കൊണ്ടുപോകുന്നത് പറഞ്ഞിട്ട് അതിന് മറുപടി ആവില്ല. ലോറിയിൽ തന്നെയാണ് ആൾക്കാർ സാധനം കൊണ്ടുപോകല, ഫ്ലൈറ്റിൽ കയറ്റി കൊണ്ടുപോകലല്ല. അതതിന് മറുപടിയല്ല. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ചൊന്നും പറയാനില്ല എന്നുള്ളതാണ്. അത് പ്രചരിപ്പിച്ച എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. കാരണം അതൊക്കെ നല്ലതാണ്. ഞങ്ങളിത് എങ്ങനെയും കൊണ്ടുപോകില്ല. ലോറി വളരെ മാന്യമായിട്ട് ലോറിയിലാണ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അറിയാൻ സഹായമായല്ലോ. എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? വിഷയങ്ങൾക്ക് മറുപടി പറയും. 2013 അദ്ദേഹം ഇവിടെ വെച്ച് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹം പറയട്ടെ. അങ്ങനെ റബീഉൽ അവ്വൽ മാസമായപ്പോൾ ദഖല അലൈഹാ, നബി തങ്ങൾ സൈനബ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്തേക്ക് കടന്നു ചെന്നു. ആ കടന്നു ചെന്ന സംഭവം പറയുകയാണ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാൻ. ഫറഅത്തു ളില്ലഹു, അങ്ങനെ നബി തങ്ങൾ കയറി ചെല്ലുമ്പോൾ നബിയുടെ നിഴൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിഴൽ ആ സൈനബ ബീവി റളിയല്ലാഹു അൻഹ കണ്ടു. ഫഖാലത്, ആ നിഴലാണ് ആദ്യം കണ്ടത്. നിഴൽ കണ്ടപ്പോൾ മഹദി പറഞ്ഞു, ഇന്ന ഹാദാ ലദില്ലു റജുലിൻ, ഇതൊരാണിന്റെ നിഴലാണല്ലോ. വമാ യദ്ഖുലു അലയ്യ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ അടുക്കൽ കയറി വരേണ്ട പുരുഷൻ അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ അടുക്കൽ വരൂലല്ലോ, എന്നോട് പിണങ്ങിയിട്ടുണ്ടല്ലോ. ഈ കയറി വരുന്ന നിഴൽ കണ്ടു നോക്കുമ്പോ ഒരു നിളക്കുപ്പായവും തലയെക്കെട്ടൊക്കെ ഉള്ള നിഴലാവുമ്പോ അത് പുരുഷന്റേതാണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പൊ കയറി വരുന്ന നിഴൽ പുരുഷന്റേതാണല്ലോ. ഫമൻ ഹാദാ, ഇതാരുടെ നിഴലായിരിക്കും പഠിച്ചവനെ എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ ഫദഖലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൂമിലേക്ക് കയറി. ഫലമ്മാ റഅതുഹു, നബി സല്ലല്ലാഹു അപ്പോൾ ഒരു ഹദീസ് മൂപ്പർ ഇങ്ങനെ വായിക്കുകയാണ്. ഹദീസ് ഏത് കിതാബിലാണ്? ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ മുസ്നദിൽ ഒരു ചരിത്രം ഇങ്ങനെ പറഞ്ഞു വരികയാണ്. മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹാ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈനബ് ബിവിയോട് പിണങ്ങി. അത് വെറുതെ പിണങ്ങിയതല്ല, ശിക്ഷയായിട്ട് പിണങ്ങിയതാണ്. എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് സൈനബ് ബിവി പറഞ്ഞു, അത് റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. സഫിയ ബീവിയും സൈനബ് ബീവിയും പിന്നെ റസൂലുള്ളാഹിന്റെ കൂടെ യാത്രയിലുണ്ടായിരുന്നു. സഫിയ ബീവി ഖൈബർ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ എത്തിയ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ നമ്മുടെ ഉമ്മയായ ബീവിയാണ്. അപ്പം അവരുടെ ഒട്ടകം ക്ഷീണം ബാധിച്ച് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായി. സൈനബ് ബീവിൻ്റെ കയ്യിലാണെങ്കിൽ 2 ഒട്ടകങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഒട്ടകം സഫിയക്ക് കൊടുത്തേക്ക്. ഹബീബായ തങ്ങളോട് ബീവി പറഞ്ഞു, ആ യഹൂദിയായ അവൾക്കാണോ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു പോയി. അതിന് ചോദിക്കാൻ പാടില്ല. കാരണം അവർ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഭാര്യയായി വന്നു, മുസ്ലിമായി. യഹൂദി എന്നുള്ള ഇതന്നെ ബീവി ഉണ്ടായിട്ടില്ല. അവരൊക്കെ വരുമ്പോൾ തന്നെ ആ രൂപത്തിൽ അള്ളാഹ് അവരെ കൊണ്ടുവരും. അബദ്ധത്തിൽ പറഞ്ഞു പോയി, നാവ് മുൻകടന്നു പോയി, അത് തെറ്റായിപ്പോയി. ഉടനെ ഹബീബായ തങ്ങൾ പറഞ്ഞു, അത് ശരിയായില്ല, പറയാൻ പാടില്ല. ഒരു മശായിഖിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ തീരെ തെറ്റ് വരൂല, ഇതല്ല അതിൻ്റെ അർത്ഥം. തെറ്റ് വരുമ്പോൾ അതവർ ഓർമ്മപ്പെടുത്തി കൊടുക്കും, അതാണ്. അല്ല നമ്മളൊക്കെ മശായിഖിൻ്റെ ഒരു മജ്ലിസിൽ പങ്കെടുക്കുമ്പോഴേക്ക് എല്ലാവരും മഅ്സൂമീങ്ങളായി, ഇനി അങ്ങനെ അതിനർത്ഥമല്ല. തെറ്റ് വരുമ്പോൾ അവർ ഓർമ്മപ്പെടുത്തും, അതാണ്. സഫിയ ബീവിയോട് പറഞ്ഞത് ശരിയായില്ല. സൈനബിയോട് പറഞ്ഞു, ഈ പറഞ്ഞതിന് നിനക്ക് ശിക്ഷയുണ്ട്. എന്താ ശിക്ഷ? വലിയ ശിക്ഷ തന്നെ, ഞാൻ നിന്റെ അടുത്തേക്ക് വരൂല എന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും വലിയ ശിക്ഷ. അങ്ങനെ അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം, സഫർ,
റബീഉൽ അവ്വൽ, അത്രയും കാലയളവ് അങ്ങോട്ട് തീരെ പോയില്ല. ബീവി എന്നും പ്രതീക്ഷിച്ചു നോക്കും ആരെങ്കിലും വരുന്നുണ്ടോ. അങ്ങനെ റബീഉൽ അവ്വൽ മാസമായപ്പോ ദൂരെ നിന്ന് ഒരാൾ പെരുമാറ്റം കാണുന്നു. ആരോ ഒരാൾ വരുന്നു, ആളെ മനസ്സിലാകണില്ല. ബീവിക്ക് മനസ്സിലായി ആ നടത്തത്തിന്റെ രൂപം കണ്ടപ്പോ. അങ്ങനെയാണല്ലോ, ആ നടത്തം തന്നെ കാണുമ്പോൾ ഒരു പ്രത്യേക നടത്താണ്. ആരെ നടത്തം? ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ എത്രയോ ദൂരത്തേക്ക് ആ സ്മെല്ലുണ്ടാവും, അതിന്റെ സുഗന്ധം. അപ്പൊ ബീവിക്ക് മനസ്സിലായി ഇത് അള്ളാഹുവിന്റെ റസൂലാണ്. അപ്പൊ അറബിയിൽ അവിടെ പ്രയോഗിച്ചത് ലില്ലി എന്ന പ്രയോഗമാണ്. അപ്പോഴേക്ക് ഇയാൾ അർത്ഥം വെച്ചു എന്ത്? സൈനബ് ബീബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിഴൽ കണ്ടു. ഹബീബായ തങ്ങൾക്ക് നിഴലുണ്ടോ? ഇല്ല എന്ന് നമ്മുടെ ഇമാമിയങ്ങളൊക്കെ പറഞ്ഞു. ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അൽ മിനഹുൽ മക്കിയ എന്ന ഈ കിതാബിൽ പച്ചയായി പറഞ്ഞു, ലം യകുൻ ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളില്ലുൻ അസ്ലാ, ഒരിക്കലും നിഴലില്ലാത്ത ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം റസൂലുള്ളാഹി നൂറാണ്, നൂറിന് നിഴലുണ്ടാവില്ല. ഇത് ഉലമാ പറഞ്ഞു. ഇബ്നു അബ്ബാസ് തങ്ങൾ ഇപ്പോൾ സ്വഹാബിയാണ്, അവർ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. അപ്പൊ ബീവി പിന്നെ നിഴല് കാണോ? കാണൂല. അപ്പൊ പിന്നെന്താ ഹദീസിന്റെ അർത്ഥം? അതാ ഹദീസിന്റെ മറ്റൊരു റിപ്പോർട്ട് നോക്കണം. വജ്സു റസൂലില്ലാഹ്, ഹബീബായ തങ്ങളുടെ ആ വരവിൽ ഒരാൾ പെരുമാറ്റം കണ്ടു. നിഴല് കാണൂല്ല, കാരണം നട്ടുച്ച നേരത്താണ് വരവ്. നട്ടുച്ച നേരത്തെ ഒരാൾ ദൂരം നിന്ന് വരുമ്പോൾ ആരെങ്കിലും നിഴല് കാണും? ഇയാൾ പറഞ്ഞിട്ട് നിങ്ങൾ നീളക്കുപ്പായവും തലപ്പാവിൻ്റെ ഒക്കെ നിഴല് കണ്ടപ്പോൾ റസൂലാന്ന് മനസ്സിലായി, നട്ടുച്ച നേരത്തെ വരവും. അപ്പൊ ഇങ്ങനെ ഹദീസ് വായിച്ചുകൊണ്ട് തന്നെ ആ ഹദീസിനെ തെറ്റിച്ച് ഇല്ലാത്ത വാദം കൊണ്ടുവന്നു. എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞുപോയി. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആ പറഞ്ഞ ഹദീസിന് ഞാൻ വെച്ച മായന തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അയാൾ? ഇത് നമ്മൾ മാത്രം പറഞ്ഞതല്ല. ഇദ്ദേഹം നാദാപുരത്ത് വെച്ച് ഈ പ്രസംഗം നടത്തിയ 2013 അന്ന് പണ്ഡിതന്മാരൊക്കെ ഇത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. EK വിഭാഗം സമസ്തയുടെ മുഷാവറാംഗമായ സലാം ബാക്കവി അദ്ദേഹം അന്ന് പ്രസംഗിച്ചിട്ടുണ്ട് പേരോടിന്റെ ഈ നിഴൽവാദത്തിനെതിരെ, ഈ ഹദീസ് അയാൾ വായിച്ചതിനെതിരെ. ആ പ്രസംഗം ജസ്റ്റ് ഒന്ന് കേട്ടോക്ക് നിങ്ങൾ. അപ്പൊ പേരോടിന്റെ വിശദീകരണം, നിഴലിന്റെ താടിയും തലയെക്കെട്ടൊക്കെ കണ്ടപ്പോ നിഴല് പുരുഷന്റെതാന്ന് മനസ്സിലായി. നിഴലിന്റെ താടിയും തലയെക്കെട്ടൊക്കെ കണ്ടിട്ട് നിഴല് പുരുഷന്റെതാ, റസൂലുള്ളാഹിന്റെ അടുത്ത് വരാറില്ല, ഇതൊരു പുരുഷനാണല്ലോ വരുന്നത് എന്ന് മുപ്പത്തിയർ ഇങ്ങനെ പറഞ്ഞു എന്നാണ്, മഹദി പറഞ്ഞു എന്നാണ്. സാധു നിഴലിനെന്ന താടിയും തലപ്പാവും വേർതിരിച്ച് കണ്ടു എന്നാണ് നിഴലിൽ. അത് പോട്ടെ, അത് നമുക്ക് അവിടെ മാറ്റിവെക്കാം. പക്ഷെ ഹദീസിന്റെ തൊട്ടടുത്ത് അതേ ഹദീസ് പല രൂപത്തിൽ വിവാദം ചെയ്തിട്ടുണ്ടല്ലോ. ഏതായി സന്ദർഭം? ഒരു ദിവസം ഖാഇദത്തുൻ ഇരിക്കുകയാണ്, നട്ടുച്ച സമയത്തുണ്ടാകുന്ന നിഴൽ എത്ര ഉണ്ടാകും? ആദ്യം ചിന്തിക്കാം. അപ്പോഴാണ് ഒരു നിഴൽ എന്ന് പറയുന്ന ഇയാൾ അർത്ഥം വെച്ച ഈ ലില്ല് കാണുന്നത്. ലില്ല് കാണുന്നു, അപ്പോഴാണ് പറയുന്നത് ഇത് റസൂലുള്ളാഹിയാവാൻ സാധ്യതയില്ല, റസൂലുള്ളാഹിനായിട്ട് തെറ്റിയിട്ടല്ലേ ഉള്ളത്, ആ പുരുഷന്റെ നിഴലാണ് താനും എന്ന് ചിന്തിക്കുന്നത്. അപ്പൊ റസൂലുള്ളയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു അത്രയും അകലെ നിന്ന് കാണുന്നു. റസൂലുള്ളാഹി ആണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അത്രയും അകലെ, റസൂലുള്ളാഹി ആണ് എന്നറിയാൻ റസൂലുള്ളാഹിയുടെ ആ സുഗന്ധം വമിച്ചാൽ തന്നെ എത്രയോ അകലെന്ന് അറിയുന്ന ഹദീസിലൊക്കെ സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അത് ഇയാൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. ആ റസൂലുള്ളാഹിയാണ് എന്ന് അറിയാൻ പറ്റാത്ത അത്ര അകലെ നിന്ന് നട്ടുച്ച സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു ചാണോ മറ്റോ ഒക്കെ ഉണ്ടാകുന്ന ആ നിഴല് കണ്ടിട്ട് ഒരു പുരുഷന്റെ നിഴലാണെന്ന് മനസ്സിലാക്കി എന്ന അർത്ഥം വെക്കാൻ മാത്രം ഇയാള് തരം താണല്ലോ, ഇയാൾ ഇത്രമാത്രം അധപ്പതിച്ചല്ലോ. എന്നാൽ നോക്കൂ നിങ്ങൾ, ഇതത് വ്യക്തമാക്കി കൊടുത്തതാണ് എല്ലാവരും. മാത്രമല്ല 85-ാം വാർഷികം അന്ന് ആലപ്പുഴയിൽ സമസ്തയുടെ വാർഷികം നടക്കുമ്പോൾ അതിലൊരു പ്രമേയം തന്നെ പാസാക്കി. ഈ വാദം അപകടകരമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ഇമാമിയങ്ങൾ ഒന്നും പഠിപ്പിക്കാത്തതാണ്. അങ്ങനെ അങ്ങോട്ട് കാണുമ്പോഴേക്ക് അർത്ഥം വെച്ച എന്തൊക്കെ അർത്ഥം വെക്കേണ്ടി വരും? വഹാബി അർത്ഥം വെച്ചായിട്ടുണ്ടാവും, വജുഹുൻ മുഖം. അപ്പൊ കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം.
ലോകത്തുള്ളതെല്ലാം നശിക്കും അള്ളാന്റെ വജ്ഹ് ഒഴികെ, അപ്പൊ മുഖം ഒഴികെ ബാക്കിയുള്ളതൊക്കെ നശിക്കും എന്ന് വഹാബി അർത്ഥം വെച്ച പോലെ ഉണ്ടാവും. അപ്പൊ അള്ളാഹിനെ കുറിച്ച് പ്രയോഗിച്ചതാണ് വജ്ഹ് എന്നത്. ഇതുപോലെ ലില്ല് എന്നതിന് എന്തെല്ലാം അർത്ഥമുണ്ട്. ഈ ഇല്ലാത്ത സംഭവം തന്നെ കൊണ്ടുപോയി വെക്കണോ? എന്നിട്ട് അത് ഇവിടെ വെച്ച് പറഞ്ഞ് പിന്നെ അത് എന്തൊക്കെയെല്ലാം ആക്കി, കണ്ണാടി നേലാക്കി, പ്രകാശ നേലാക്കി, കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് നമ്മൾ അതിൻ്റെ പിന്നിൽ തന്നെ പോയി അത് അവസാനിക്കുന്നത് വരെ ഈ വിഷയം മാത്രം നാദാപുരത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ വിഷയം അതല്ല. ഒരു കാലത്തും ഒരു സമയത്തും 63 കൊല്ലത്തെ ജീവിതത്തിൽ ഒരിക്കലും നിഴല് വരാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് അഹ്ലുസുന്നയുടെ അയിമ്മത്ത് പറഞ്ഞിട്ട് ഒരു വമ്പൻ പിഴവ് സംഭവിച്ചിട്ട് ഇന്ന് വരെ തിരുത്തിയോ? അത് എത്ര സ്ഥലത്ത് നിങ്ങൾ സ്വീകരണ സമ്മേളനം നടത്തി ഒരു വാക്ക് പറഞ്ഞ് തിരുത്തിയോ? ഇല്ല. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾക്കിത് വാദിക്കേണ്ടി വന്നത്? അസില് പൊളിഞ്ഞുപോയി. അസിലേതാ? ഞങ്ങൾ എന്നെ മതി എന്നുള്ള അസില്. വഹാബിയുടെ അതേ വാദം നിങ്ങൾക്ക് വന്ന് കൂടിയപ്പോൾ അവസാനം നിങ്ങൾക്ക് തകർന്നു പോയി, ആ രൂപത്തിലുള്ള അവസ്ഥകളിലെത്തി. ഇതല്ലേ അതിൻ്റെ ശരി? ആർക്കാണത് മനസ്സിലാക്കാൻ കഴിയും? അതിപ്പോ ഇനി ഒരു വാദത്തിൽ നിൽക്കല്ല, ഒരുപാട് വാദങ്ങൾ അതിൻ്റെ പിന്നിൽ വന്നു.